തിരിച്ചു വരാം. CK നജാഫ് നമുക്കൊപ്പമുണ്ട്. MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശ്രീ നജാഫ്. ഇപ്പോൾ ടീച്ചർ പറയുന്നത് ഒരു ചെറിയ വിഷയമാണ്, ഇതിനെ പർവ്വതീകരിക്കേണ്ടതില്ല, ഇതിനെ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യേണ്ടതില്ല എന്നാണ്. അങ്ങനെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ക്രിസ്മസ് കഴിഞ്ഞ തവണത്തെ പരീക്ഷയിലും ചോദ്യപേപ്പർ ചോർന്നു, ഇക്കുറി ഓണപ്പരീക്ഷയ്ക്ക് ചോർന്നു, കഴിഞ്ഞ തവണ മാത്സ് ആണെങ്കിൽ ഇത്തവണ ഇംഗ്ലീഷ് പരീക്ഷയും ചോരുന്നു. അപ്പോൾ വ്യാപകമായ ചോർച്ചയുണ്ടെന്നുള്ളതാണോ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്? അതല്ല ടീച്ചർ പറയുന്നത് പോലെ ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്നാണോ? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. യഥാർത്ഥത്തിൽ ഇത് 3 തവണ മാത്രമല്ല അരുൺ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഭരിച്ചപ്പോഴും ഇതേ സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്തിരുന്നു. ആ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് പറയാതെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അന്നും പ്രഖ്യാപിച്ചിരുന്നു. അന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് ഇത് അന്ന് പറഞ്ഞത് ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്നായിരുന്നു. ഒന്നും പുറത്തു വന്നില്ല. ഇനി ഇതിൽ ആത്മാർത്ഥമായ ഒരു സമീപനം വിദ്യാഭ്യാസ വകുപ്പിനോ ഈ സർക്കാരിനോ ഉണ്ടായിരുന്നെങ്കിൽ തുടർച്ചയായി, അതും നമ്മളിപ്പോൾ പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ മാത്രമെന്നാണ്, ആ യൂട്യൂബ് ചാനൽ നിരന്തരമായി 3 തവണയായി ഒരുപോലെ അവർക്ക് ഏതൊക്കെ ചോദ്യപേപ്പറാണെന്ന് ആദ്യമേ ലഭ്യമാവുന്ന സാഹചര്യം ഉണ്ടാവുക എന്നത് അസാധാരണമായ സാഹചര്യം എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത്. ഞാൻ പറയട്ടെ, ഇതിൻ്റെ തുടക്കത്തിലുണ്ടായ ആരോപണം ഉണ്ടായപ്പോൾ അത് കൃത്യമായി AO അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് കൊടുക്കുകയും ആ സർക്കാർ ആ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയും ചെയ്തുകൊണ്ടാണല്ലോ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പം നേരത്തെ ഇവിടെ സംസാരിച്ച ടീച്ചർ പറഞ്ഞതിനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാൽ ഇവരിതിന് സീരിയസ് അല്ല. ഇപ്പോൾ എക്സാമിനേഷൻ ക്വാർട്ടേർലി ആണോ, ഹാഫ് ഏർലി ആണോ, ഇയർലി ആണോ എന്നതിന് പ്രസക്തിയില്ലല്ലോ. എന്തെന്നാൽ നമ്മുടെ എക്സാമിനേഷൻ്റെ പ്രക്രിയയിൽ തന്നെ മാറ്റങ്ങൾ വരുന്ന ഒരു കാലമാണ്. അതിൻ്റെ ചർച്ചകൾ വേറെയാണെങ്കിൽ പോലും എല്ലാ എക്സാമിനേഷനും അതിന്റെ ഗൗരവത്തിൽ കാണുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പും അധ്യാപക സംഘടനകളും അതിന്റെ ഗൗരവം കാണുന്നില്ലെങ്കിലും ഒരു സംശയം, ഇതൊരു ക്വാർട്ടർലി പരീക്ഷയാണ്, ഇതൊരു ഹാഫ് ഇയർലി പരീക്ഷയാണ് എന്ന ഒരു ലാഘവത്വം അധികൃതർ ഇതിന് നൽകുന്നുണ്ടോ? കാരണം SSLC പരീക്ഷയുടെയോ മറ്റേതെങ്കിലും പൊതുപരീക്ഷയുടെയോ ചോദ്യപേപ്പർ ഇങ്ങനെ ചോരുന്നില്ല. ചോർന്നല്ലോ. ഇപ്പോൾ ഈ സർക്കാരിന് മുമ്പുള്ള സർക്കാർ ഉണ്ടായപ്പോൾ ചോർന്നു, അതിൻ്റെ അന്വേഷണം പുറത്തു വന്നില്ല. ഞാൻ പറയാൻ കാരണം, അത് ചേർത്ത് വെച്ച് പറയാൻ കാരണം, ഇതിൻ്റെ സീരിയസ് സെൻസ് ഇപ്പോഴും ഇവർ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. ഇത് പറഞ്ഞില്ലേ, ക്വാർട്ടേർലി, ഹാഫ് ഏർലി, ഇയർലി, അങ്ങനെയൊരു സിസ്റ്റം നമുക്കിവിടെ പറയാൻ കഴിയില്ല. എന്തെന്നാൽ ആ സീരിയസ് സെൻസ് അങ്ങനെയല്ല ഇപ്പോൾ അളക്കുന്നത്. ഒരു എക്സാമിനേഷന് അവരുടെ പ്രാഥമികമായ അവരുടെ അറിവിൽ നിന്നും അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പ്രോബ്ലം സൊല്യൂഷൻസ്, അവർക്ക് സാധ്യമാവുന്ന വിദ്യാഭ്യാസപരമായ സാധ്യതകൾ തുറക്കുന്ന അത്തരം കാഴ്ചപ്പാടിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള വഴിയായി എക്സാമിനെ കാണുകയാണ്. ആ എക്സാമിനെ ആ ഗൗരവത്തിൽ കാണാതെ ഇത് പേപ്പറിൽ വരില്ലല്ലോ, ഇത് സർട്ടിഫിക്കറ്റ് പുറലോകത്ത് വരുന്നതല്ലല്ലോ എന്നതല്ലല്ലോ വാദം. എല്ലാ എക്സാമും അതിൻ്റെ ഗൗരവത്തിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന എക്സാമിനേഷനാണ്. അവർക്കത് ഗൗരവമുള്ളതാണ്. അവർ വളരെ സീരിയസ് ആയി പഠിച്ച് എക്സാമിന് പോകുന്നവരാണ്. അപ്പോൾ അതിനെ ഗൗരവത്തിൽ കാണുന്നില്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ 6 അംഗ സമിതി അന്വേഷിക്കുന്നു. 1 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് വരുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നത്. ഈ നടപടികളിൽ നിങ്ങൾ തൃപ്തരാണോ? ഒരിക്കലും തൃപ്തരല്ല. യഥാർത്ഥ പ്രശ്നം ഞങ്ങൾ ഇതിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഇതാണ്. ഇതിലുണ്ടായിരിക്കുന്ന ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ക്രിമിനൽ കോൺസ്പിറസിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കപ്പെടണം. അതിന് ഞാൻ സംശയം ഇപ്പോഴും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന അധ്യാപകരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചർച്ച പോവുകയാണ്. ഞാനിപ്പോഴും സംശയിക്കുന്നത് അങ്ങനെ മാത്രമല്ല. നിങ്ങൾ നോക്ക്, വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും നിരന്തരമായി നമ്മുടെ സ്വകാര്യ സ്ഥാപനങ്ങളുമായി പലതരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ, സ്പോൺസർഷിപ്പുകൾ വാങ്ങുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അങ്ങനെ ഒരു സർക്കാർ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സർക്കാരിന് അവരുടെ എല്ലാ ഡീലിലും പരസ്പര ധാരണ ഉണ്ടാവുന്ന, ബന്ധങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കിടയിൽ ഡീലുകൾ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ കാര്യമാണിത്. നിങ്ങൾ നോക്ക്, നമ്മൾ തീരുമാനിച്ച പ്രകാരം ഏൽപ്പിച്ച ആളുകൾ ചോദ്യപേപ്പർ കൃത്യമായി കൊടുക്കുന്നു. അതിലേതാണ് എന്ന് തീരുമാനിക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജ് ഉണ്ട്. അതിന് DTP എടുക്കുന്നൊരു സ്ഥലമുണ്ട്. അതെവിടെയാണ്? അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. ആ DTP എടുത്ത് അത് പ്രിൻറ്റിങ്ങിന് കൊടുക്കുന്നതിനിടയിൽ നടത്തുന്ന ഡീലിങ്ങുകൾ കൃത്യമായി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. അതിന് സാധ്യതകൾ ഏറ്റവും പ്രധാനമായൊരു പ്രശ്നവും സ്ഥലവും അവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ ഒക്കെ പ്രതിയാവും. ഞങ്ങൾ പറയുന്നത് റിപ്പോർട്ടർ TV ഇതിൻ്റെ 5 ദിവസം ഒരിക്കലും വരാൻ പോകുന്നില്ലല്ലോ. Debate with Dr. Arun Kumar.